ശ്രീ രജൻ, ഇവിടെ പ്രതിപക്ഷത്തിന്റെ നയവും ഒരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിക്കുകയാണ്. നമുക്ക് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ഇന്നത്തെ പ്രതികരണം കേട്ടതിന് ശേഷം താങ്കളിലേക്ക് എത്താം. അല്ല, ഞാൻ രാവിലെ നിങ്ങളോട് പറഞ്ഞല്ലോ, ഈ സമയം ഏകീകരിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നെന്ന് എൻ്റെ രാവിലത്തെ സ്റ്റേറ്റ്മെന്റിലുണ്ട്. അല്ലല്ല, ആരായിട്ട്? ഗവൺമെന്റ് ആയിട്ടാ ഒരു ചർച്ച നടത്തിയിട്ടില്ല. അല്ലല്ല, ഗവൺമെന്റ് ഞങ്ങളുമായിട്ട് ഒരു ചർച്ച നടത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ അടുത്ത് വന്ന് ഇവർ ഡിമാൻഡ് ചെയ്തിരുന്നു 1 വർഷം മുമ്പ്, ബാർ ഉടമകൾ ഇങ്ങനെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. ഇപ്പോൾ ബാറിൻ്റെ സമയം ഏകീകരിക്കാൻ വേണ്ടി ശ്രമം നടക്കുന്നുണ്ടെന്ന് ഞാൻ രാവിലെ പറഞ്ഞു. ഞങ്ങൾക്ക് അറിയില്ലാന്ന് ഞാൻ പറഞ്ഞില്ല. അതെങ്ങനെയാ പറയണത്? ഗവൺമെന്റ് ഇങ്ങനെ തീരുമാനം എടുക്കാൻ പോണത് ഞങ്ങളെങ്ങനെ അറിയാം? ഗവൺമെന്റ് ഇങ്ങനെ തീരുമാനം എടുക്കാൻ പോണത് ഞങ്ങളെങ്ങനെ അറിയണം? LDF കൺവീനറിന് അറിയില്ല, പിന്നെയാണ് ഞാൻ അറിയണത്. ശ്രീ രജൻ, ഞങ്ങളൊന്നും അറിഞ്ഞില്ല എന്ന് പ്രതിപക്ഷം പറയുമ്പോഴും സമയം ഏകീകരിക്കുന്ന കാര്യം ഞങ്ങൾക്കറിയാമായിരുന്നു. ബാർ ഉടമകൾ ഇതിനു മുൻപ് ഞങ്ങളെ സമീപിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പ്രതിപക്ഷം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ നീക്കം എന്ന് തന്നെയാണ് അനുമാനിക്കേണ്ടതല്ലേ? ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചതുപോലെ ഒരു മൗനാനുവാദം ഇക്കാര്യത്തിൽ പ്രതിപക്ഷത്തിനും ഉണ്ടായിരുന്നു. ഒരിക്കലില്ല രോഹിണി, ഇതിനകത്ത് പ്രതിപക്ഷ നേതാവ് കറക്റ്റ് കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ വളച്ചൊടിച്ച് സംസാരിക്കേണ്ട ആവശ്യകത ഇന്ന് ഇല്ല എന്നുള്ളതാണ്. കാരണം ബാർ ഉടമകള് ഇത് പറയുന്ന പ്രതിപക്ഷം എന്ന രീതിയിൽ പ്രതിപക്ഷത്തിനെ കണ്ടു സംസാരിച്ചു, അതുമായി ബന്ധപ്പെട്ട നീക്കുപോക്കുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ആണ് അദ്ദേഹം പറഞ്ഞത്. അല്ലാതെ പ്രതിപക്ഷം ആവശ്യം ഉന്നയിക്കുകയോ പ്രതിപക്ഷം ഇതിന് മൗനസമ്മതം കൊടുക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ ചർച്ച ചെയ്യേണ്ടത് എന്താണ്? കേരളത്തിലെ ഭരണപക്ഷം, അതായത് ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ നയം, അദ്ദേഹം പ്രിയങ്കരനായ ബലദേവോട് പറയുകയുണ്ടായി. പാർട്ടിയുടെ നയം അത് അബ്കാരി നയം എന്ന് പറയാൻ പറ്റില്ല. ഇത് CPM-ന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന സർക്കാരിന്റെ നയം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ അനുമാനിക്കേണ്ടി വരും. കേരളത്തിൽ 2016 എത്ര ബാറുകളായിരുന്നു ഉണ്ടായിരുന്നത്? ഇപ്പോ കേരളത്തിൽ എത്ര ബാറുകളാണ് ഉള്ളത് എന്നുള്ളത്, ആയിരക്കണക്കിന് ബാറുകൾ അനുവദിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ട് പോകുന്നത്. ഈ ബാറുകൾ നമുക്ക് ഉള്ള പഞ്ചായത്തുകൾ നമുക്കറിയാമല്ലോ. ഒരു പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഓരോ ബാറുകൾ വെച്ച് കൂട്ടി കഴിഞ്ഞാൽ പോലും അതിൽ കൂടുതൽ ബാറുകൾ ഇന്ന് കേരളത്തിൽ നിലനിൽക്കുകയാണ്. ആ ബാറുകളിലേക്ക്, ആ നയത്തിലേക്ക്, അതായത് മദ്യം ഒഴുക്കുന്ന നയത്തിലേക്ക് ഈ ഗവൺമെന്റ് പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സമയക്രമവും വന്നിരിക്കുന്നത് എന്ന് യാതൊരു സംശയമില്ലാതെ പറയാൻ പറ്റും. ഇത് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇതിന് ദുരൂഹമായ ഒരു ഫയൽ നീക്കം എന്നുള്ളതാണ് നമുക്ക് നോക്കിക്കാണുവാൻ സാധിക്കുന്നത്. തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഉണ്ടായ എത്രയും വേഗത്തിൽ, അതായത് സെപ്റ്റംബറിൽ കൊണ്ടുവന്ന് ഇതുമായി ബന്ധപ്പെട്ടൊരു ഫയൽ കൊടുക്കുന്നു, അത് ഒക്ടോബറിൽ അത് ഫയൽ തുറക്കുന്നു, അത് ഇപ്പോൾ അതിനു മേലുള്ള നടപടികൾ ഉണ്ടാകുന്നു. ഇത് സർക്കാരിന്റെ നയമാണ്. സർക്കാർ എങ്ങനെയാണ് അധികാരത്തിലേക്ക് വരുന്നത്? രോഹിണി തന്നെ ഇതിന്റെ ഇൻട്രൊഡക്ഷനിൽ സംസാരിക്കുകയുണ്ടായി. 2016 അധികാരത്തിലേക്ക് വരുന്ന ഗവൺമെന്റ് അവരുടെ പരസ്യവുമായി PR വർക്കുമായി ബന്ധപ്പെട്ട് പരസ്യവാചകങ്ങൾ എങ്ങനെയായിരുന്നു? ഇപ്പൊ നമുക്ക് അനശ്വരനായ കലാകാരന്മാരായി മൺമറഞ്ഞുപോയി നമ്മുടെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന KPC ലളിതയും ഇന്നസെന്റ് പോലെയുള്ള അനശ്വരനായ കലാകാരന്മാർ, അവരെ വെച്ചുകൊണ്ട് നടത്തിയ പരസ്യവാചകം എന്തായിരുന്നു? മദ്യവർജനമാണ് ഞങ്ങളുടെ നയം, കേരളത്തിൽ മദ്യവർജനം നടപ്പിലാക്കും എന്ന് പറഞ്ഞ് അധികാരത്തിലേക്ക് വന്ന ഗവൺമെന്റ് പിന്നീട് കാണിച്ചു കൂട്ടിയത് എന്താണ്? ഇവിടെ മദ്യവർജനമല്ലല്ലോ, ഇവിടെ നിരന്തരമായി ഈ പറയുന്ന കേന്ദ്രങ്ങളിലെല്ലാം ബാറ് തുറക്കുന്ന നയം ആണ് ഇവർ നടത്തിക്കൊണ്ടു പോയത്. ഇതാണ് ഇവരുടെ നയം. ഈ നയം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെന്റ് മാറി. അതിന് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സാഹചര്യങ്ങളിൽ ഇത്ര ധൃതി വെച്ച് ഈ പറയുന്ന സമയക്രമീകരണം, അദ്ദേഹം വളരെ വിശാലമായി പറയുന്നുണ്ട്. ഏകീകരണവുമായി ബന്ധപ്പെട്ട് ആണ് ഈ പറയുന്ന നയം ഉണ്ടാക്കിയത് എന്നുള്ള രീതിയിലേക്ക് സംസാരിക്കുന്നുണ്ട്. ടൂറിസത്തിനെ മെച്ചപ്പെടുത്തുവാൻ വേണ്ടിയാണ് എന്നുള്ളത്. ടൂറിസം ആവശ്യകതയുള്ള സംസ്ഥാനമാണ് കേരളം എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ടൂറിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നിടത്താണ് ഏറ്റവും കൂടുതൽ മദ്യം വിൽക്കുന്നത് എന്നത് അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെയാണ് കരുനാഗപ്പള്ളി പോലെയുള്ള പ്രദേശങ്ങളിൽ എവിടെയാണ് ടൂറിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്? അങ്ങനെയുള്ള പല പ്രദേശങ്ങളിലും ഈ ലോ ക്വാളിറ്റി ബ്രാൻഡുകൾ വാങ്ങിച്ച് കഴിക്കുന്ന സാധാരണക്കാരായ ആളുകളാണ് ഈ ബാറുകൾ കേന്ദ്രീകരിച്ച് പോകുന്നതും കുടിക്കുന്നതും ഒക്കെ. അങ്ങനെയുള്ളപ്പോൾ ടൂറിസവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏകീകരണമാണോ ഇവിടെ ഉണ്ടായത് എന്ന് അദ്ദേഹം വ്യക്തമാക്കേണ്ട ആവശ്യകത നിൽക്കുകയാണ്. ആ ആവശ്യകതകളെല്ലാം നിൽക്കുമ്പോൾ തന്നെ സർക്കാരിന്റെയും CPM-ന്റെയും നയം, ആ നയം ഈ പറയുന്ന ഈ ലഹരി മാഫിയയോട് ഉൾപ്പെടെ ഇന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ട് പോകുന്ന വളരെ വലിയ വിപത്താണ് ലഹരി എന്ന് പറയുന്ന ലഹരി ഹബ്ബായി കേരളത്തിലെ പല സിറ്റികളും മാറുന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ബാറുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്ര സ്കൂളുകൾ അടച്ചുപൂട്ടുന്നുണ്ട്?
നമുക്കറിയാം 201 സ്കൂളുകൾ അടച്ചുപൂട്ടിയതായിട്ടാണ് ഇപ്പോഴത്തെ ഒരു റിപ്പോർട്ട് നമുക്കറിയാൻ കഴിയുന്നത്. ആ സ്കൂളുകൾ അടച്ചുപൂട്ടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫയൽ നീക്കമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ ഈ പറയുന്ന ബാറുകൾ കൂട്ടുവാനുള്ള നയവുമായി ബന്ധപ്പെട്ടല്ലേ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. ധർമ്മടത്ത് തന്നെ, മുഖ്യമന്ത്രിയുടെ സ്വന്തം നാട്ടിൽ ധർമ്മടത്ത് തന്നെ 3 സ്കൂളുകൾ അടച്ചുപൂട്ടിയതായിട്ട് അറിയാം. കണ്ണൂർ ജില്ലയിൽ തന്നെ 8 സ്കൂളുകൾ അടച്ചുപൂട്ടിയതായിട്ട് അറിയാം. സ്കൂളുകളുടെ കാര്യത്തിൽ എടുക്കാത്ത നയമാണ് ഇന്ന് ഗവൺമെന്റ് ബാറുകളുടെ കാര്യത്തിൽ എടുത്ത് മുന്നോട്ട് പോകുന്നത് എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. ഇതിനകത്ത് ഒരു നയം ഇതാണ് ഇവിടെ നയം എന്ന് വ്യക്തമാക്കി പോകേണ്ട ആവശ്യകതയിലേക്ക് വന്നിരിക്കുകയാണ്. ലഹരി മാഫിയകൾ, അതായത് 2016 ഈ MDMA കേസുകൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കുവാൻ പോലും ഇല്ലായിരുന്നു. MDMA ലഹരി, അങ്ങനെ രാസലഹരിയുടെ കേസുകളൊന്നും നമുക്ക് കേൾക്കുവാൻ പോലും ഇല്ലായിരുന്നു. പക്ഷെ ഇന്ന് ഈ നമ്മുടെ നാട്ടിൽ എന്താണ് നടക്കുന്നത്, നമ്മുടെ ചെറുപ്പക്കാർക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ നാടിന്റെ അവസ്ഥ എങ്ങോട്ടാണ് പൊക്കോണ്ടിരിക്കുന്നത്. ആ അവസ്ഥ പൊക്കോണ്ടിരിക്കുമ്പോൾ അതിന് ആക്കം കൂട്ടുന്ന രീതിയിൽ സർക്കാർ ഈ പറയുന്ന ലഹരി മാഫിയോടൊപ്പം അല്ലെങ്കിൽ ഈ പറയുന്ന ബാറുകാരോടൊപ്പം അല്ലെങ്കിൽ കുടിക്കുന്നവരോടൊപ്പം എന്നുള്ള നയത്തിലേക്ക് സർക്കാർ പോകുന്നതിന്റെ ഉത്തമ ഉദാഹരണമായി തന്നെയാണ് ഈ പറയുന്ന സമയം കൂട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് പറയുന്നത്. നാളെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റും. ടൂറിസ്റ്റ് മേഖലകളിൽ നാളെ 24 മണിക്കൂറും ബാർ തുറക്കുവാൻ വേണ്ടി ഒരു തീരുമാനം എടുക്കുകയാണ് എന്നിരിക്കട്ടെ. അല്ലെങ്കിൽ തണുപ്പ് കൂടിയ പ്രദേശങ്ങൾ, തണുപ്പ് കുറഞ്ഞ പ്രദേശങ്ങൾ, ആ പ്രദേശത്തിന്റെ കാര്യങ്ങൾ എടുത്ത് വെച്ചുകൊണ്ട് അങ്ങനെ ഒരു നിയമം വരികയാണെന്ന് വെച്ചുകൊണ്ട് ഇരിക്കട്ടെ. പിന്നെ അന്നേരവും ഈ ഏകീകരണം പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മുഴുവൻ ബാറുകളും 24 മണിക്കൂർ തുറക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള നയമായി ഈ ഗവൺമെന്റ് വരുമോ എന്നുള്ളത് കൂടി പറയേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. ഈ സർക്കാർ നയങ്ങൾ, ഇവര് ആദ്യം ഞാൻ പറഞ്ഞതുപോലെ ഇവർ ഈ പറയുന്ന പരസ്യവാചകങ്ങൾ പറഞ്ഞ് മൺമറഞ്ഞു പോയ കലാകാരന്മാരോട് മാപ്പ് പറഞ്ഞുകൊണ്ട് വേണം ഈ പറയുന്ന രീതിയിലേക്കുള്ള നയങ്ങളുമായി മുന്നോട്ട് പോകുവാൻ എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ശരി.